നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിൽ പാർപ്പിച്ചിരുന്ന ഋഷിരാജ് എന്ന ആൺകടുവ ചത്തു. 25 വയസ്സുള്ള കടുവ ചികിത്സയ്ക്കിടെ ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് ചത്തത്. 2 ദിവസങ്ങളിലായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നുവന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ദ്വിതീയ സോപ്പ് ആൻഡ് ടെസ്റ്റ് ക്യാമ്പ് സമാപിച്ചു. കൊടകര ആസ്ഥാനമായുള്ള ശിവം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ അഗ്നിദാനക്രിയ നടന്നു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. പെരുമ്പിള്ളശ്ശേരിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കുറ്റൂർ സ്വദേശി ജിതിനാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിൽ പാർപ്പിച്ചിരുന്ന ഋഷിരാജ് എന്ന ആൺകടുവ ചത്തു. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. 3 മാസത്തോളമായി കടുവയ്ക്ക് പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷിയില്ലാതായ കടുവയ്ക്ക് നേരിട്ട് വായിൽ ഭക്ഷണം വെച്ചുകൊടുത്ത് ഫീഡിംഗ് നടത്തുകയായിരുന്നു. ശനിയാഴ്ച ഭക്ഷണം കഴിക്കാതിരുന്ന കടുവ രാത്രിയോടുകൂടി ചാവുകയായിരുന്നു. കടുവയ്ക്ക് ഇപ്പോൾ ഏകദേശം 25 വയസ്സ് പ്രായമുണ്ടാകും. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു. 2 ദിവസങ്ങളിലായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നുവന്ന സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ദ്വിതീയ സോപ്പ് ആൻഡ് ടെസ്റ്റ് ക്യാമ്പ് സമാപിച്ചു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് 500ഓളം സ്കൗട്ടുകളും ഗൈഡുകളും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പ് അംഗങ്ങൾ ചേർന്ന് കൊടകരയിലെ വഴിയിടം ശുചീകരിച്ചു. ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ KD ജയപ്രകാശ്, പരിശീലകരായ ഡൊണാൾഡ് ഡിസിൽവ, ലിലിയാൻ സി ഡയസ്, കൽപ്പന, ജോബിൻ M തോമസ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര ആസ്ഥാനമായുള്ള ശിവം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ അഗ്നിദാനക്രിയ നടന്നു. ഈ മാസം 30 മുതൽ ഡിസംബർ 7 വരെ ചെന്നൈയിലെ ആവടി ശക്തി വിനായക ക്ഷേത്രത്തിൽ നടക്കുന്ന ലക്ഷ്മി കുബേര മഹായാഗത്തിന്റെയും മഹാരുദ്രത്തിന്റെയും ആധാനക്രിയയാണ് വട്ടേക്കാട് തപോവനത്തിൽ നടന്നത്. രാവിലെ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവയ്ക്ക് ശേഷം ആരംഭിച്ച അഗ്നിദാനത്തിന് പെരുമ്പടപ്പ് ഹൃഷികേശൻ സോമയാജിപ്പാട്, ശിവം ഫൗണ്ടേഷൻ മുഖ്യാചാര്യൻ ഡോക്ടർ അശ്വനിദേവ് തന്ത്രി തുടങ്ങിയവർ സംസാരിച്ചു. തപോവനം ഭജൻസിന്റെ നേതൃത്വത്തിൽ ഭജന, തുടർന്ന് പ്രസാദ വിതരണം, അന്നദാനം എന്നിവയുണ്ടായി. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. ഡയറക്ടർ ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ പതാക ഉയർത്തി. വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ കുർബാനയ്ക്ക് ശേഷം കല്ലൂർ സെന്റ് ജോസഫ് കോൺവെന്റിലേക്ക് റാലി നടത്തി. വിശ്വാസ പരിശീലന യൂണിറ്റ് വൈസ് പ്രിൻസിപ്പൽ ഡേവിസ് തെക്കേതല, റാലി കോർഡിനേറ്റർ സിന ജോജു നമ്പാടൻ, PTA പ്രസിഡന്റ് ബിജു ആലപ്പാടൻ, അധ്യാപകർ, ഏഞ്ചൽ ഗാർഡിയൻ അംഗങ്ങൾ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. പാലിയക്കരയിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുകളിലേക്ക് ക്രെയിൻ മറഞ്ഞു. ടോൾ പ്ലാസയ്ക്കു സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പഴയ വെയ് ബ്രിഡ്ജിന്റെ സാമഗ്രികൾ നീക്കുന്നതിനിടയിലാണ് അപകടം. ക്രെയിൻ മറിയുന്നത് കണ്ട് ആളുകൾ ഓടിമാറിയത് മൂലം വൻ അപകടം ഒഴിവായി. ശനിയാഴ്ച രാത്രി 9:30യോടെയായിരുന്നു അപകടം. സമീപത്ത് നിർത്തിയിട്ട ബൈക്കിലും സ്കൂട്ടറിലേക്കുമാണ് ക്രെയിൻ മറിഞ്ഞത്. ഇരുചക്രവാഹനങ്ങൾ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബ്രിഡ്ജിന്റെ സാമഗ്രികൾ മാറ്റുന്നത് കാണാൻ നിരവധി പേരാണ് ഉണ്ടായിരുന്നത്. സമീപത്തെ ചായക്കടയിൽ വന്നവരും ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്രെയിൻ മറിയുന്നത് കണ്ടയുടനെ എല്ലാവരും ഓടിമാറുകയായിരുന്നു. രാത്രിയിൽ യാതൊരുവിധ സുരക്ഷാ സംവിധാനവുമില്ലാതെയാണ് ക്രെയിൻ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 2 ക്രെയിനുകൾ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട ക്രെയിൻ ഉയർത്തിയത്.
പെരുമ്പള്ളിശ്ശേരിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കുറ്റൂർ പോട്ടൂർ സ്വദേശി തോട്ടുവറ വീട്ടിൽ 27 വയസ്സുള്ള ജിതിനാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പെരുമ്പള്ളിശ്ശേരി സെന്ററിൽ വെച്ച് ഓട്ടോ ടാക്സി ഡ്രൈവറായ കരുവന്നൂർ എട്ടുമന സ്വദേശി പുലാക്കൽ വീട്ടിൽ 56 വയസ്സുള്ള മുഹമ്മദ് അലിയെയാണ് കൈകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മുഹമ്മദ് അലിയുടെ ഓട്ടോ ടാക്സി ഓവർടേക്ക് ചെയ്യുന്നതിനിടെ വാഹനം വലത്തോട്ട് നീങ്ങിയെന്നാരോപിച്ചാണ് സ്കൂട്ടറിൽ വരികയായിരുന്ന ജിതിൻ പ്രകോപിതനായത്. സ്കൂട്ടറിൽ നിന്നിറങ്ങി വന്ന പ്രതി മുഹമ്മദ് അലിയെ കോളറിൽ പിടിച്ച് കൈകൊണ്ട് ചുണ്ടിലിടിക്കുകയും ഹെൽമറ്റ് ഊരി തലയുടെ പുറകിൽ അടിക്കുകയുമായിരുന്നു. വീണ്ടും പലതവണ ഹെൽമറ്റ് കൊണ്ട് നെറ്റിയിലും മുഖത്തും തലയിലും അടിച്ച് പരിക്കേൽപ്പിച്ചു. ഈ സമയം മുഹമ്മദ് അലിയുടെ ഭാര്യയും ഓട്ടോയിലുണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ വച്ചായിരുന്നു ആക്രമണം. ജിതിൻ വിയ്യൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അടിപിടി കേസിലും കഞ്ചാവ് ബീഡി വലിച്ച കേസിലും പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO MS ഷാജൻ, GSI ഷാജു, GASIമാരായ ജോയ് തോമസ്, ആരിഫ്, CPOമാരായ സുൽഫിക്കർ, പ്രദീപ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നിരന്തരം മയക്കുമരുന്ന് കച്ചവടം നടത്തുകയും മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റിലാവുന്നവരെ സഹായിക്കുകയും ചെയ്തതിന് ഇരിങ്ങാലക്കുട നടവരമ്പ് കല്ലംകുന്ന് സ്വദേശി ചിറയിൽ വീട്ടിൽ ദീപകിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. 30 വയസ്സായിരുന്നു. നാർക്കോട്ടിക് വകുപ്പ് പ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് അറസ്റ്റ്. ദീപകിനെ 1 വർഷത്തേക്ക് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടയ്ക്കും. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. റൂറൽ ജില്ലയിൽ 2025 ഇത്തരത്തിലുള്ള 7ാമത്തെ അറസ്റ്റാണ് ഇത്. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിനുള്ള നിയമമാണ് PIT NDPS നിയമം. ഇത് പ്രകാരമാണ് ദീപകിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത കഞ്ചാവും മറ്റ് രാസലഹരികളും എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുന്നയാളാണ് ദീപക്. 2016 ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 50 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ കേസിലും 2020 ആന്ധ്രാപ്രദേശ് ചിറ്റൂരിൽ 11.3 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിലും 2024 ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 19.5 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിലും 2025 ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 3.37 ഗ്രാം ഹാഷിഷ് ഓയിലുമായി പിടികൂടിയ കേസിലും 2025 കൊടകര പോലീസ് സ്റ്റേഷനിൽ 180.080 ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയ കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടകര പോലീസ് ഇൻസ്പെക്ടർ PK ദാസ്, ASI ജ്യോതിലക്ഷ്മി, CPO സനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ആംബുലൻസിന്റെ ചില്ല് ജാക്കി ലിവർ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ. ആംബുലൻസിന്റെ ചില്ല് ജാക്കി ലിവർ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി റിമാൻഡിൽ. മേത്തല ചാലക്കുളം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ രഞ്ജീഷ് ആണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രി 9:20 കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ വെച്ച് ആംബുലൻസിന്റെ ചില്ല് ജാക്കി ലിവർ കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് രഞ്ജീഷ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയിൽ മതിലകം പുതിയക്കാവ് VKR ആശുപത്രിയിൽ നിന്നും 3 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെയും കൊണ്ട് കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ വെച്ച് പ്രതി ഓടിച്ചിരുന്ന ഓട്ടോ ടാക്സിയുടെ സൈഡിൽ തട്ടിയിരുന്നു. ആംബുലൻസിൽ രോഗിയുള്ളതിനാൽ അവിടെ നിർത്തിയിരുന്നില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആംബുലൻസിൽ നിന്നും കുട്ടിയെ ഇറക്കിയ ശേഷം ആശുപത്രിക്ക് മുൻവശം വെച്ച് ആംബുലൻസിനെ പിന്തുടർന്നു വന്ന പ്രതി ഓട്ടോ ടാക്സി ആംബുലൻസിന് മുൻവശം നിർത്തി ഓട്ടോയിൽ നിന്നും ജാക്കി ലിവർ കൊണ്ടുവന്ന് ആംബുലൻസിന്റെ മുൻവശം ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുകയും ആംബുലൻസ് ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് മദ്യലഹരിയിൽ കാർ ഓടിച്ചു കയറ്റി സംഭവത്തിൽ സ്ത്രീയടക്കം 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്ര മൈതാനത്തിന്റെ ഭാഗത്ത് കാർ കണ്ടതിനെ തുടർന്ന് സെക്യൂരിറ്റിക്കാരൻ കാർ മാറ്റാൻ ആവശ്യപ്പെടുകയും പോലീസിനെ വിവരമറിയിക്കുകയുമായിരുന്നു. തൃപ്പൂണിത്തറ സ്വദേശിയാണ് വാഹനം ഓടിച്ചത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാളെ കൂടാതെ മറ്റൊരാളും ഒരു സ്ത്രീയും കാറിലുണ്ടായിരുന്നു. വാഹനങ്ങൾ കയറാതിരിക്കാൻ സിമന്റ് തിട്ട ഉണ്ടെങ്കിലും ഇത് ചാടിച്ചു കടന്നാണ് ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്തെത്തിയത്.
KL08BF 6113 നമ്പറിലുള്ള ബെൻസ് കാറാണ് ഓടിച്ചു കയറ്റിയത്. പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. തൃപ്രയാർ ചേർപ്പ് റൂട്ടിൽ പടിഞ്ഞാട്ടുമുറി പാലം സ്റ്റോപ്പിനു സമീപം ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു. ചേർപ്പ് ഗ്രൗണ്ടിനടുത്ത് ആളുകാരൻ ജോസിന്റെ മകൻ 27 വയസ്സുള്ള സനലാണ് മരിച്ചത്. കാലാവസ്ഥ. കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. വെള്ളിക്കുളങ്ങര പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണന്റെ മകൻ വിശ്വംഭരൻ അന്തരിച്ചു. 57 വയസ്സ്. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ചെമ്പുക്കാവ് മൃഗശാലയിൽ പാർപ്പിച്ചിരുന്ന ഋഷിരാജ് എന്ന ആൺകടുവ ചത്തു. 25 വയസ്സുള്ള കടുവ ചികിത്സയ്ക്കിടെ ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് ചത്തത്. 2 ദിവസങ്ങളിലായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നുവന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ദ്വിതീയ സോപ്പാൻ ടെസ്റ്റ് ക്യാമ്പ് സമാപിച്ചു. കൊടകര ആസ്ഥാനമായുള്ള ശിവം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ അഗ്ന്യാധാനക്രിയ നടന്നു. കല്ലൂർ വെസ്റ്റ് ഹോളിമേരി റോസറി പള്ളിയിൽ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. പെരുമ്പിള്ളശ്ശേരിയിൽ ഓട്ടോ ടാക്സി ഡ്രൈവറെ ഹെൽമറ്റ് കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കുറ്റൂർ സ്വദേശി ജിതിനാണ് അറസ്റ്റിലായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.